കുടിയന്മാർക്കൊരു പൂക്കാലവുമായി സർക്കാർ എത്തുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു. അതായത് ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് ഒരു പുതിയ മുഖം നൽകാനുള്ള നീക്കത്തിലാണ്. എന്താണ് ഇത്? എങ്ങനെ മാറ്റിമറിക്കും നമ്മുടെ കുടിയന്മാരുടെ ജീവിതമൊക്കെ? കുടിയന്മാരുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് നല്ല സാധനങ്ങൾ വാങ്ങിച്ച് കുടിക്കാനുള്ള ഒരു സംരംഭമാണ് സർക്കാർ തുറക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ മദ്യത്തിൻ്റെ സംസ്കാരം എങ്ങനെയായിരുന്നു? ചാരായമൊക്കെ ആയിരുന്നു പണ്ട്. ചാരായ ഷാപ്പുകളായിരുന്നു, ചാരായ ഷോപ്പ്. അതിന് മുമ്പ് കള്ള് ഷാപ്പുകളായിരുന്നു. അതിന് മുമ്പ് ഈ പറയുന്ന റാക്ക് പോലുള്ള കാര്യങ്ങൾ, ഈ ഒഴുപ്പ് കേന്ദ്രങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൻപുറത്തെ ചില കുറ്റിക്കാടുകളും ഇതിൻ്റെ കാടിൻ്റെയൊക്കെ മറവ് പറ്റിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റായിട്ട് കാണേണ്ട ഒരു കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല. എല്ലാ സംസ്കാരത്തിലും മദ്യമുണ്ട്. എല്ലാ സംസ്കാരം ഏത് നാടെടുത്ത് നോക്കിക്കോളൂ, ഏത് രാജ്യത്ത് പോയാലും ശരി തന്നെ അവിടെ തനതായിട്ടുള്ള ഒരു മദ്യമുണ്ട്. കേരളത്തിൽ തെങ്ങും കള്ളാണ്. തെങ്ങിൽ നിന്നെടുക്കുന്നത് ഏറ്റവും സുലഭമായിട്ടുണ്ടായിരുന്ന സാധനം തെങ്ങായതുകൊണ്ട് അതിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ളായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതൽ മുന്തിരിപ്പാടങ്ങളൊക്കെയാണ്, മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ മുന്തിരിയിൽ നിന്നുണ്ടാക്കി. തമിഴ്നാട്ടിൽ പനങ്കള്ളായിരുന്നു കൂടുതൽ. തമിഴ്നാട്ടിൽ പനയാണ് കൂടുതലുള്ളത്, അതുകൊണ്ട് പനയിലാണ് കള്ളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗോവയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഈ ഫെനി അറിയാമല്ലോ. ഫെനിക്ക് മുമ്പ് ഉറാക്ക് എന്ന് പറയുന്ന ഒരു മദ്യമുണ്ട്. അതായത് അവിടെ സാധാരണഗതിയിൽ നമ്മൾ തെങ്ങും കള്ള് ഉൽപ്പാദിപ്പിക്കും പോലെ ഈ പറയുന്ന ഈ ഫെനിയുടെ തൊട്ട് മുമ്പുള്ള രൂപമാണ് ഉറാക്ക് എന്ന് പറയുന്നത്. അത് വേറൊരു ടേസ്റ്റുള്ള ഒരു മദ്യമാണ്. പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും അവരുടേതായ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ തന്നെ വിവിധ തരത്തിലുള്ള കള്ള്, ഉറാക്ക്, ഈ പറയുന്ന പനങ്കള്ള്, അതൊക്കെ പോലെ തന്നെ പല തരത്തിലുള്ള മദ്യ സംസ്കാരങ്ങളുണ്ട്. പിന്നെയാണ് വാറ്റിയെടുക്കുന്ന ഈ ഡിസ്റ്റിൽ ചെയ്ത് വരുന്ന, അതായത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് നടത്തുന്ന, ഫെർമെൻറ്റൈസ് ചെയ്ത് അതിനുശേഷം ഡിസ്റ്റിൽ ചെയ്ത് വരുന്ന മദ്യത്തിൻ്റെ സംസ്കാരത്തിലേക്ക് മാറുന്നത്. അതാണ് നമ്മുടെ നാട്ടിലെ വാറ്റ് ചാരായമൊക്കെ ഉണ്ടായിരുന്നത്. ഈ വാറ്റ് ചാരായം, പട്ട എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, തിരുവനന്തപുരത്ത് ഒരു കോട്ടയ്ക്കകം ഉണ്ടായിരുന്നു, കൊല്ലത്തൊരു മൺട്രോത്തുരുത്തുണ്ടായിരുന്നു, ഇടുക്കിയിലെ ചില ഇലക്കാടുകൾ നിറഞ്ഞ പ്രദേശങ്ങളുണ്ടായിരുന്നു, എറണാകുളത്തിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളുണ്ടായിരുന്നു, ആലപ്പുഴയിലുണ്ടായിരുന്നു, കണ്ണൂരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഏത് നാടെടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ ഈ പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള കുപ്രസിദ്ധമായ വാറ്റ് കേന്ദ്രങ്ങൾ, വ്യാജ വാറ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് മദ്യ ദുരന്തങ്ങളൊക്കെ. അപ്പോൾ ഇതിനൊക്കെ നമ്മളൊരു ക്രമീകരണം വന്നു. എങ്ങനെയാണ് ഷാപ്പുകൾ പ്രവർത്തിക്കുന്നത്? എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഈ പറയുന്ന ചാരായ ഷാപ്പുകളൊക്കെ വന്നു. ലോകത്തിൻ്റെ ഓരോ ഭാഗത്ത് നോക്കിയാലും നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള മദ്യം കാണാം. മദ്യം മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ ബീഡിയാണുള്ളത്. ബീഡിയ ഇപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ചിലയിടത്ത് ചുരുട്ടാകും, സിഗാറാകും, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വലിപ്പ വ്യത്യാസങ്ങൾ, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഹുക്കയാകും. അങ്ങനെയൊക്കെയുള്ള ലഹരിയുടെ അന്വേഷണം മനുഷ്യൻ്റെ വളരെ പ്രാചീനമായിട്ടുള്ള ചരിത്രം മുതലേ ഉള്ളതാണ്. ലഹരി തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര. അപ്പോൾ മനുഷ്യനത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അത് കഴിയുമ്പോൾ ഈ പറയുന്ന ലഹരി വസ്തുക്കൾ പിന്നീട് അതിൻ്റെ രൂപം മാറുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെറ്റില മുറുക്കാൻ ഉണ്ടല്ലോ, തമിഴ്നാട്ടിൽ താമ്പൂലമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് പാനാണ്. പലതരത്തിലുള്ള പാനുകൾ ഈ പാക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ പല വകഭേദങ്ങളും വരുന്നു. ഇപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മിക്ക ആൾക്കാരും മുറുക്കാൻ ചവയ്ക്കുന്നത് കാണാം. അപ്പോൾ ഈവിൾസിൽ നിന്ന് രക്ഷ നേടാനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസവും ഉണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഈ ദുർമന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ലഹരി വരുന്നു. അപ്പോൾ ലഹരിക്ക് വിശ്വാസവുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പം നമുക്കറിയാം, കാലഭൈരവനെ അഭിഷേകം ചെയ്യുന്നത് മദ്യം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന രീതികളുണ്ട്, ആചാരമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഭാങ് എന്ന് പറയുന്ന വസ്തു നമുക്കറിയാം, കഞ്ചാവിൻ്റെ ഇല അരച്ച് ഉണ്ടാക്കി അത് പാലിൽ ചേർത്തിട്ട് അതിനകത്ത് വെള്ളത്തിൽ ചേർത്തൊക്കെ ഈ മധുരവുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്ന ഭാങ്ങുകളൊക്കെ ഉണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കഞ്ചാവ് വലിക്കുന്ന രാജ്യങ്ങളിൽ കഞ്ചാവ് ലീഗലൈസ്ഡ് ആയിട്ടുള്ള. അപ്പം ലഹരി എന്ന് പറയുന്നത് അതിന് വിശാലമായ തലമുണ്ട്, അതിൻ്റെ സംസ്കാരമുണ്ട്, അതിന് വിശ്വാസവുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഓരോ രീതികളിലും മാറ്റമുണ്ട്, കാലാവസ്ഥയുമായിട്ട് ബന്ധമുണ്ട്. അപ്പം നമുക്കറിയാം, യേശു വീഞ്ഞാണ് ശിഷ്യന്മാരോടൊപ്പം പങ്കുവെച്ചത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഭാങ്ങാകുന്നു. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പല രീതിയിലുള്ള പാനീയങ്ങളാവുന്നു. ഈ പറയുന്ന അറേബ്യൻ നാടുകളിൽ അതിന് വലിയ താല്പര്യമില്ല മദ്യത്തോട്. കാരണം എന്തുകൊണ്ടായിരുന്നു? അന്ന് അവിടെ ഉള്ളത് ഒരു ഡീഹൈഡ്രേഷൻ, വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും, കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അവർ മദ്യം പരമാവധി ഒഴിവാക്കുന്നു. അവർ ഈ പറയുന്ന ഹുക്ക പോലുള്ള സാധനങ്ങളാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഡീഹൈഡ്രേഷൻ പരമാവധി കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അവരുടെ ഈ പറയുന്ന സംസ്കാരത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം വെള്ളത്തിൻ്റെ ദൗർലഭ്യമാണ് അവിടെ. ഈ പറയുന്ന നമ്മുടെ ഈ കാലം പുരോഗമിച്ചപ്പോൾ നമുക്ക് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ വ്യത്യസ്തമായ ലഹരി കാണാൻ പറ്റും.
കാട്ടിൽ നിന്ന് എടുക്കുന്ന ചില പഴങ്ങളൊക്കെ ഉണ്ട്, ആ പഴങ്ങൾ കഴിച്ചാൽ തന്നെ മത്ത് പിടിക്കുന്ന അവസ്ഥയുണ്ടാകും. ചില ചെടികളുടെ വേരുകൾ, ചില ചെടികളുടെ നമ്മൾ ഒപ്പിയമൊക്കെ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഒപ്പിയം. അതുപോലെ ഇപ്പോൾ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മേഖലയാണ്, വലിയ കാര്യങ്ങൾ. അപ്പോൾ ഈ ലഹരിയുടെ അപ്പം നിയന്ത്രിതമായിട്ട് മനുഷ്യന് ഉപയോഗമുള്ള രീതിയിൽ ഇല്ലെങ്കിൽ പരിമിതമായ അളവിൽ ഇതിനെ ഉപയോഗിക്കുന്നിടത്താണ് മനുഷ്യൻ വിവേകിയായിട്ട് മാറുന്നത്. നമുക്കറിയാം വിവേകപൂർവ്വമായിട്ട് ഇപ്പോൾ ലഹരികര സംസ്കാരങ്ങളിലും പല കാര്യങ്ങളിലും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഈ ലഹരിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ശാന്തമായ നല്ലതും സുരക്ഷിതവുമായിട്ടുള്ള ഒരു ജീവിതത്തിന് ലഹരി എന്ന് പറയുന്നത് എപ്പോഴും വിഘാതമാണ്. ഏതൊരു ലഹരിയും മനുഷ്യനെ ഉണർത്താറില്ല, മയക്കാറേ ഉള്ളൂ, ഉറക്കാറേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഉണർത്തുന്ന ഏതെങ്കിലും ലഹരി ഉണ്ടെങ്കിൽ, ഇന്നത്തെ ലാസലഹരിയൊക്കെ അങ്ങനെയാണെന്ന് പറയുന്നു, പക്ഷേ അങ്ങനെ ഉണർത്തുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഒരു മറുവിടം ഉറക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ദോഷം ചെയ്യുന്നത് തന്നെയായിരിക്കും. അങ്ങനെയാണ് ഈ പറയുന്ന ഹിപ്പി സംസ്കാര കാലഘട്ടത്തിലൊക്കെ ഈ സിറിഞ്ചുകളൊക്കെ വ്യാപകമാവുകയും അനാർക്കിസത്തിൻ്റെ പ്രധാനപ്പെട്ട സാധനമായിട്ട് ഈ പറയുന്ന വൈദ്യമേഖലയിൽ ഉപയോഗിച്ചിരുന്ന മോർഫിനും പെത്തഡിനും ഒക്കെ തന്നെ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് വരെ കടന്നു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ രാസലഹരികളിലേക്ക് വഴിമാറുന്നത്. അത് വലിയ അപകടമാണ് എന്നുള്ളത് സർക്കാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ഇതിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പരിമിതമായ രീതിയിൽ ആവശ്യത്തിന് മാത്രം ഉള്ള ഒരു സംസ്കാരം, ലഹരി സംസ്കാരത്തെയാണ് നമ്മൾ ഈ പറയുന്ന മനുഷ്യന് വേണം എന്നുള്ളത് കൊണ്ട്, അതില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ആൾക്കാർക്ക് മാനസികമായിട്ടുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മദ്യം എന്ന് പറയുന്ന വസ്തു അനുവദനീയം. പിന്നെ സിഗരറ്റ് ഉണ്ട്, പാൻ മസാലകളിൽ ഈ പറയുന്ന മുറുക്കാനൊക്കെ ഉണ്ട്, പരമ്പരാഗതമായിട്ടുള്ളതായിട്ട് വലിയ ഉപദ്രവം ചെയ്യാത്ത രീതിയിൽ മദ്യം ചെയ്യുന്ന ഉപദ്രവം വേറെ നമുക്കറിയാവുന്നതാണ്. എങ്കിലും ഇപ്പോൾ അപ്പം നമ്മുടെ ഈ സംസ്കാരത്തെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാർ, നമ്മുടെ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞു മദ്യ നിരോധനമല്ല മദ്യവർജനം. ശരിയാണ്, മദ്യം നിരോധിച്ചിട്ട് കാര്യമില്ല. ചാരായം നിരോധിച്ചപ്പോൾ എന്തുണ്ടായി? മദ്യം ദുരന്തങ്ങളുണ്ടായി. അപ്പം മനുഷ്യന് ഈ ലഹരി വേണം. അപ്പോൾ അത് ലിമിറ്റഡ് ആയ അളവിൽ വൃത്തിയായിട്ട് സുരക്ഷിതമായിട്ട് കഴിച്ചിട്ട് പോകാൻ അതിൻ്റെ സംസ്കാരം മാറ്റാൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ബിവറേജിൽ ചെന്ന് ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഇരുമ്പഴിക്കുള്ളിൽ നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെ ഈ തുരുമ്പ് പിടിച്ച ഇരുമ്പിൻ്റെ ഇടയിൽ കൂടെ കടന്നുപോയി വളരെ ദുർഗന്ധം വമിക്കുന്ന പാൻ മസാല തുപ്പിയിട്ടിരിക്കുന്ന ചവറ് നിറഞ്ഞ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് മദ്യം വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഹൈക്കോടതി തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വൃത്തിയായുള്ള ഒരു സ്ഥലത്ത് മദ്യം കൊടുത്തുകൂടെ, ഇവരെ മാന്യമായിട്ട് നിങ്ങൾക്ക് പെരുമാറിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഈ മദ്യത്തിൻ്റെ സംസ്കാരം, അത് പണ്ടത്തെ ചാരായ ഷാപ്പിലെ വൃത്തിഹീനമായ അഴുക്ക് നിറഞ്ഞ ഒന്നിനും കൊള്ളൂലാത്ത ഛർദിലും തുപ്പലും ഒക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇന്നത്തെ ബാറുകൾ അതുകൊണ്ട് വൃത്തിയായി. അന്ന് ഈ പറയുന്ന UDF സർക്കാരിൻ്റെ കാലത്ത് വൃത്തിയില്ലാത്ത എല്ലാ ബാറുകളും പൂട്ടി. അങ്ങനെ വൃത്തിയുള്ള ബാറുകളിലേക്ക് കാര്യങ്ങളൊക്കെ മാറി. അതിനുശേഷം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ബിവറേജസ് കൂടുതൽ കൊണ്ടുവന്നു. അപ്പോൾ ബാറുകളിൽ നിന്ന് മദ്യപിക്കുന്നവരേക്കാൾ ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങിച്ച് മദ്യപിക്കുന്നവരുടെ ഒരു രീതിയിലേക്ക് പറഞ്ഞു. ബ്രൂവറി കൊണ്ടുവരാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഉയർന്ന നിലവാരത്തിലുള്ള മദ്യം ആൾക്കാരിലേക്ക് എത്തുമ്പോൾ മദ്യപാനത്തിൻ്റെ സംസ്കാരം മാറും. ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞ മദ്യം വാങ്ങിച്ച് കുടിച്ച് റോഡിൽ കിടക്കുന്ന ആൾക്കാരുടെ രീതി മാറും. അപ്പോൾ വലിയ കൊടുത്ത് വാങ്ങിയ, വലിയ വില കൊടുത്ത് വാങ്ങിയ അതിൻ്റേതായ രീതിയിൽ അത് കഴിക്കുകയും ആ ഒരു സംസ്കാരത്തിനെ മാറ്റിക്കൊണ്ട് വരികയും, അപ്പം അത് വളരെ ഒക്കേഷണലി വളരെ കുറച്ച് മാത്രം കഴിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ മനുഷ്യനെ കൊണ്ടുവരികയും വേണം എന്നുള്ളത് ഈ പറയുന്ന സർക്കാരിൻ്റെ നയമാണ്. ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സൂപ്പർ ഔട്ട്ലെറ്റുകൾ വരുന്നത്. സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ 3 നിലയിലായിട്ട് ലിഫ്റ്റ് സംവിധാനത്തോടുകൂടി പൂർണ്ണമായും ശീതീകരിച്ച് ഏതാണ്ട് 20,000-ത്തിലധികം മദ്യക്കുപ്പികൾ വെക്കാൻ കഴിയുന്ന RFID പതിച്ച, അതായത് മദ്യമോഷണമൊക്കെ ഈ പ്രീമിയം ഔട്ട്ലെറ്റിലുണ്ട്. അപ്പോൾ അതിനി നടക്കില്ല. കാരണം ബാഗൊക്കെ പരിശോധിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റുന്ന. ബാഗ് അവിടെ വെക്കണം, തിരിച്ചിറങ്ങി പോകുമ്പോഴത്തേക്കും പരിശോധിക്കും, കൃത്യമായി നോക്കി ബില്ലൊക്കെ പരിശോധിച്ചാണ് ഇപ്പോൾ പ്രീമിയം ഔട്ട്ലെറ്റ്. അപ്പോൾ അത്രയും മനുഷ്യവിഭവത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഈ പരിശോധനയൊക്കെ നടത്തുന്നത്. ഇനിയിപ്പോൾ അത് വേണ്ട, RFIDകൾ ഈ കുപ്പികളിലുണ്ടായിരിക്കും. ആ കുപ്പിയും കൊണ്ട് പുറത്തേക്ക് കിടന്നാൽ അലാറം അടിക്കും. അപ്പോൾ ബാഗിലൊന്നും ഒളിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. സൂപ്പർ പ്രീമിയം ഈ പറയുന്ന ഔട്ട്ലെറ്റുകളിൽ നിന്ന് മാന്യമായി ചെന്ന് ക്യൂ നിൽക്കാതെ മദ്യമെടുത്ത് ആവശ്യം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ മദ്യമെടുത്ത് പോകാൻ കഴിയും. അങ്ങനെ മനുഷ്യൻ്റെ മദ്യ ഉപഭോഗ സംസ്കാരത്തിനെ നിലവാരമുള്ളതാക്കി മാറ്റാൻ സർക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ്. ആദ്യം തൃശ്ശൂരാണിത് വരുന്നത്. നമ്മളറിയാം മദ്യക്കുപ്പി ഏറ്റവും കൂടുതൽ മദ്യം വിറ്റുപോകുന്ന ഇവിടെ ചാലക്കുടിയിലാണോ അതോ പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരത്തെ പവർ ഹൗസ് റോഡിലാണോ, എവിടെ ആരാണ് ജയിച്ചത് ഇത്തവണ ഓണത്തിന് മദ്യ വിൽപ്പന എന്ന് പറയുന്ന മത്സരമൊക്കെ നടക്കുന്ന നാടാണ്.
ഈ പറയാം മത്സരം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കിടയിലാണ്, ട്രോളന്മാർക്കിടയിലാണ്. എങ്കിലും ഒരു നല്ല നിലവാരമുള്ള ഉയർന്ന ഒരു മദ്യ സംസ്കാരത്തിലേക്ക് മാറ്റിക്കൊണ്ടു പോവുക, മനുഷ്യൻ്റെ ഈ കുടിച്ച് നശിക്കുന്നതിൽ നിന്ന് മാന്യമായ സുരക്ഷിതമായിട്ടുള്ള ഒരു മദ്യപാന സംസ്കാരത്തിലേക്ക് മനുഷ്യരെ മാറ്റുക, അതിലൂടെ പതിയെ പതിയെ മദ്യം വർജിക്കുക, ജീവിതത്തിലൊരു പ്രധാന കാര്യമായിട്ട് ലഹരി മാറാതിരിക്കുക എന്നൊക്കെയുള്ള വലിയ ചിന്താഗതിയുടെ ഒരു പുതിയ തുടക്കമാണ് സർക്കാരിൻ്റെ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ്. അല്ലാതെ കുടിച്ചു മരിക്കാനുള്ളതല്ല. മദ്യം കുടിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. അത് മനുഷ്യൻ്റെ ആവശ്യത്തിന് മാത്രമുള്ളതാണ്, വളരെ പരിമിതമാണ്. അതില്ലാത്ത ജീവിതവും ഏറ്റവും നല്ലതായിരിക്കും, മദ്യമില്ലാതിരിക്കുക എന്നുള്ളത് തന്നെ. ആ ലക്ഷ്യത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്കാണ് സർക്കാർ ഒരു പുതിയ ചുവട് വയ്ക്കുന്നത്.